ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബ്ലിസ് വിത്ത് അനിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 28 ഡേ മാജിക് പ്രാക്ടീസിൻ്റെ 14ാമത്തെ ദിവസമാണ്. ഇന്നൊരു ഞെട്ടിക്കുന്ന റിസൾട്ട് തരുന്ന ഒരു മെത്തേഡാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ പേരാണ് ടെലിപ്പതി മെത്തേഡ്. ടെലിപ്പതി മെത്തേഡിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്ന വ്യക്തികളെ നമുക്ക് ഒരു മണിക്കൂറിനുള്ളിൽ അവരുടെ ഒരു കോള് അല്ലെങ്കിൽ ഒരു മെസ്സേജ് വരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഈ ടെലിപ്പതി മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് ഈ ലോ ഓഫ് അട്രാക്ഷനിലൂടെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം. ഈ ഒരു ടെലിപ്പതി മെത്തേഡ് പറഞ്ഞാൽ മറ്റൊരാളെ മനസ്സിലേക്ക് പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ കൊടുക്കുന്ന ഒരു മെത്തേഡാണിത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് നമ്മൾ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആദ്യം ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മളെ ചിന്തകളെയും ഫീലിങ്സും ഒക്കെ മാറ്റി വെച്ചിട്ട് നമ്മളൊരു റിലാക്സ് മോഡിലിരിക്കുക. അതായത് മെഡിറ്റേഷൻ ചെയ്യുക. ഒരു 5-10 മിനിറ്റ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്തിട്ട് നമ്മൾ റിലാക്സ് ആയിട്ട് ഇരിക്കുമ്പോൾ ആണ് ഈ ഒരു മെത്തേഡ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ റിസൾട്ട് ഫാസ്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു കാമായിട്ടുള്ളൊരു പ്ലേസ് തിരഞ്ഞെടുക്കുക. എന്നിട്ട് മെഡിറ്റേഷൻ ചെയ്ത് നമ്മളെ മൈൻഡ് ഒന്ന് ഫ്രീ ആക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് ചെയ്യാൻ തുടങ്ങേണ്ടത്. ഈ ഒരു മെത്തേഡ് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നൊരു വ്യക്തി, അതായത് നമ്മളെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും ആളുകളൊക്കെ എന്തെങ്കിലും ചെറിയ പിണക്കം കൊണ്ട് നമ്മളെ കുറേ കാലമായിട്ട് വിളിക്കാതിരിക്കുന്ന നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ടാവും. ഈ ഒരു വ്യക്തികളെ നമുക്ക് ഈ ഒരു ടെക്നിക്കിലൂടെ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ നമുക്ക് അവരെ മെസ്സേജോ കോളോ നമ്മൾക്ക് വരുത്താം. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് ചെയ്തത് എങ്ങനെയാണെന്ന് നോക്കാം. മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ മുന്നേ സൂചിപ്പിച്ചതുപോലെ ചിന്തകളെല്ലാം മാറ്റിവെക്കുക. എന്നിട്ട് നിങ്ങൾ ആരെയാണോ വിളിക്കാൻ നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി, ആ ഒരു വ്യക്തിയെ നിങ്ങൾ മനസ്സിൽ സങ്കല്പിച്ചിട്ട് ആ ഒരു വ്യക്തി, അതായത് ആ ഒരു വ്യക്തി നമ്മളുടെ തൊട്ട് മുന്നിൽ ആ ഒരു വ്യക്തി ഉണ്ട്, ആ ഒരു വ്യക്തിയുടെ മുഖവും ആ വ്യക്തിയുടെ ഒരു സാമീപ്യവും നമ്മൾ മൈൻഡിൽ വിഷ്വലൈസ് ചെയ്യുക. അതായത് ആ ഒരു വ്യക്തി നമ്മളുടെ അടുത്തിരിക്കുമ്പോഴുള്ള ഒരു ഫീലിങ്സിലെ ആ ഒരു ഫീലിങ്സ് നമ്മൾ വിഷ്വലൈസ് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ ആ ഒരു വ്യക്തിയോട് നമ്മളിങ്ങനെ സ്നേഹത്തോടെ സംസാരിക്കുന്നതായിട്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. അതായത് നമ്മളിങ്ങനെ അവരോട് പറയാം, നിനക്ക് എന്നെ വിളിക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ നിൻ്റെ ഒരു കോളിനായിട്ട് അല്ലെങ്കിൽ നിൻ്റെ ഒരു മെസ്സേജിനായിട്ട് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. നിൻ്റെ ഒരു സൗണ്ട് അത് കേൾക്കാൻ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ ഒരു സ്നേഹത്തോടെ അവരോട് നമ്മൾ സംസാരിക്കുന്നതായിട്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്ത് അങ്ങനെ ആ ഒരു ഫീലിൽ ഒരു കുറച്ച് നേരം നമ്മൾ ആ ഒരു രീതിയിൽ ഇങ്ങനെ സങ്കല്പിക്കുക. അപ്പോഴൊക്കെ നമുക്കത് അവരുടെ ആ പ്രസൻസ് നമുക്ക് അറിയാൻ പറ്റണം. അപ്പോഴാണ് നമുക്കിത് പെട്ടെന്ന് തന്നെ വർക്കൗട്ട് ചെയ്യുള്ളൂ. അതായത് ഇത് ഒരു എനർജി ടെക്നിക്കാണ്. പിന്നെ നിങ്ങൾ തന്നെ ചിലപ്പോഴൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ ഒരാളെ മനസ്സിൽ ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് അവരുടെ ഒരു മെസ്സേജോ അല്ലെങ്കിൽ ഒരു കോളോ നമ്മുടെ മൊബൈലിലേക്ക് വന്നിട്ടുണ്ടാവും. പലപ്പോഴും നിങ്ങൾക്കത് അനുഭവപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതൊരു എനർജി ടെക്നിക്കാണ്. അപ്പോൾ നിങ്ങൾ അവരോട് ഈ ഒരു രീതിയിൽ സംസാരിക്കുമ്പോൾ അവരുടെ മനസ്സിൽ ആ ഒരു തോട്ട് അല്ലെങ്കിൽ ആ ഒരു ഫീൽ അവർക്ക് തോന്നിയിട്ടുണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പലപ്പോഴും ദൂരെ പഠിക്കുന്ന മക്കളുള്ള അമ്മമാർ, അതായത് ഇപ്പോൾ ദൂരെ വർക്ക് ചെയ്യുന്ന ഹസ്ബൻഡ് ഉള്ള വൈഫ്, അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് പെട്ടെന്ന് നമ്മളുടെ മനസ്സിൽ ചില സമയത്തൊരു വിഷമം വന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ മക്കൾക്ക് എന്തെങ്കിലും വിഷമം വരുമ്പോൾ അത് നമുക്ക് ആ അമ്മയ്ക്ക് ആ മനസ്സിൽ അതിൻ്റെ ഫീല് വന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ വൈഫിന് ഹസ്ബൻഡിന് എന്തെങ്കിലും ചെറിയ പനിയോ അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് പെട്ടെന്നൊരു ഫീല് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഒരു ടെലിപ്പതി മെത്തേഡിൻ്റെ ഉള്ളൊരു ഫീലിങ്സാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ മനസ്സിനോ ഒന്നിനും ഒരുപാട് ഗ്യാപ്പുകളില്ല. ഒക്കെ നമുക്ക് എല്ലാം തൊട്ടടുത്തായിട്ടാണ് എല്ലാം ഫീൽ ചെയ്യുന്നത്. നമ്മളുടെ ഒരു മൈൻഡ്, അതായത് ഇപ്പോൾ എത്ര ദൂരത്തേക്ക് വേണമെങ്കിലും നമ്മളെ മനസ്സ് സഞ്ചരിക്കും. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ എനർജി ലെവലിലുള്ള ഒരു ടെക്നിക്കാണ്. അപ്പോൾ നിങ്ങൾക്കത് ഈ ഒരു രീതിയിൽ നിങ്ങൾ ഈ ഒരു ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തിയുടെ കോള് നിങ്ങളെ തേടിയെത്തും. ഉറപ്പായിട്ടും അല്ലെങ്കിൽ ഒരു മെസ്സേജോ കോളോ ഉറപ്പായിട്ടും നിങ്ങളുടെ മൊബൈലിലേക്ക് എത്തിയിട്ടുണ്ടാവും.
അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ ഐ ആം റെഡി ടു റിസീവ് യുവർ മെസ്സേജ് എന്ന ഒരു കമൻ്റ് ഇട്ട് നോക്കൂ. നിങ്ങൾ ഈ ഒരു മെത്തേഡ് ചെയ്ത് ഒരു നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ കോൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഉറപ്പായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു റിസൾട്ട് നമ്മുടെ ഈ വീഡിയോയ്ക്ക് താഴെയും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഷെയർ ചെയ്യുക. നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു മെത്തേഡ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളെ വിളിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളുടെ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു, ലവ് യു, ബൈ.